നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-29 വചനങ്ങൾ. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. 29-ാം വാക്യം, പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു. ആ വചനം ചില എഴുത്തുകളിൽ എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്നും ചില ഇടങ്ങളിൽ വായിക്കുവാൻ കഴിയും. ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുന്ന നമ്മൾ ഇന്ന് പകൽ ഈ വേദഭാഗം ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഗൗരവം മനസ്സിലാകുവാൻ ഇടയായി തീരട്ടെ. ഈ പ്രത്യേക സന്ദർഭം 9-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഒരു യൗവനക്കാരനിൽ കുടികൊള്ളുന്ന ഭൂതത്തെ പുറത്താക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതേ കാര്യം തന്നെ മത്തായിയുടെ സുവിശേഷം 17-ന്റെ 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വചനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് കർത്താവ് ഇടപെട്ടത് ലൂക്കോസ് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഉള്ളിനോട് കർത്താവ് ഇടപെട്ടതാണ്. ഞാൻ പക്ഷെ മർക്കോസിൽ നിന്ന് കുറിവാക്യങ്ങൾ വായിക്കാൻ കാരണം ലൂക്കോസിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ലൂക്കോസിനേക്കാളും മത്തായിയേക്കാളും വളരെ ദൈർഘ്യമായി ഈ വിഷയം മർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് മറ്റ് സുവിശേഷകർ പറയാത്തത് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഇങ്ങനെ മറ്റ് സുവിശേഷകർ പറയാത്തത് മർക്കോസ് എഴുതാൻ കാരണം ഒരു പക്ഷെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള രേഖകൾ മർക്കോസിന് പത്രോസിൽ നിന്ന് നേരിട്ട് കിട്ടിയതായതുകൊണ്ട് കുറച്ചുകൂടെ വിശദമായി അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇപ്പം ഇവിടുത്തെ മുഖ്യ സന്ദേശം നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഈ യൗവനക്കാരൻ്റെ ഭൂത ഉപദ്രവത്തിൽ നിന്ന് അധികാരവും ശക്തിയും ഉള്ള കർത്താവിൻ്റെ അനുയായികളാകുന്ന അപ്പോസ്തലന്മാർക്ക് അതിനെ പുറത്താക്കാൻ കഴിയാതെ ഇരുന്ന ഒരു സന്ദർഭം. അവരുടെ ശുശ്രൂഷ സക്സസ് ആകുന്നില്ല ഈ പ്രത്യേക സന്ദർഭത്തിൽ. അതാണ് നമ്മൾ ഇവിടെ കാണുന്ന വിഷയം. അപ്പോൾ തിരുവെഴുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ, അങ്ങനെ അവർ ഫെയിലായി കഴിഞ്ഞവർ പ്രൈവറ്റായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. ഇതെന്താ ഞങ്ങളെ കൊണ്ട് കഴിയാഞ്ഞത്? കാരണം നേരത്തെ അവരങ്ങനെ പ്രായോഗിക മിനിസ്ട്രിക്ക് പോകുമ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ ഫെയിലായിപ്പോയി. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് 29-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്.
ആമുഖമായി ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇതിൻ്റെ കോണ്ടെക്സ്റ്റിലേക്കൂടെ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുകയാണ്. 14 വാക്യത്തിന് മുൻപ് ഇതിൻ്റെ 2 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ കർത്താവ് മറുരൂപമലയിൽ പോയ സന്ദർഭമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മറുരൂപമലയിൽ എല്ലാ ശിഷ്യന്മാരെയും കൊണ്ടുപോയില്ല. പത്രോസും യോഹന്നാനും യാക്കോബും കർത്താവിൻ്റെ കൂടെ അവരെ കൂടെ കൊണ്ടുപോയി. ഇതേ കാര്യം ലൂക്കോസ് എഴുതുമ്പോൾ പറയുന്നത് കർത്താവ് ആ മലയിൽ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവ മഹത്വം അവിടെ വെളിപ്പെട്ടു. അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 100% ദൈവമാണ്, അവിടെ 100% മനുഷ്യനാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആന്തരികമായി ഉള്ള അവിടുത്തെ മഹത്വം, ഇന്നലത്തെ നിത്യത മുതൽ അവിടുത്തേക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന മഹത്വം കുറച്ചു നേരത്തേക്ക് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു അനുഭവമാണ്. അതാണ് വാസ്തവത്തിൽ മറുരൂപമലയിൽ സംഭവിക്കുന്നത്. കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊണ്ടുപോയ 3 ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നെന്നാ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ട്. നമുക്കും അങ്ങനെയൊക്കെയുള്ള വീക്ക്നെസ്സുകൾ ഉണ്ട്. ഗെത്സമന തോട്ടത്തിൽ വളരെ ശക്തിയോടെ കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴും ഇവർ ഉറങ്ങുക. ഏതായാലും ആദ്യം ഇവർക്ക് ഉറക്കമാണെങ്കിലും പെട്ടെന്ന് ചാടി എഴുന്നേറ്റപ്പോഴീ മഹത്വം കാണുക. യേശുവിൻ്റെ മുഖത്തെ ഭാവം തന്നെ മാറി. അവിടുന്ന് ഇട്ടിരിക്കുന്ന വസ്ത്രം തന്നെ വെട്ടിത്തിളങ്ങുന്ന അനുഭവം. ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയല്ലേ പറയും അല്ലേ? ഒരിക്കൽ ഉറക്കം എഴുന്നേറ്റപ്പോഴാണ് ഈ മൽക്കസിൻ്റെ കാത് വെട്ടിക്കളഞ്ഞത്. കഴുത്താ ഉന്നം വെച്ചത്, പക്ഷെ കാതിലാ കൊണ്ടത്. പിന്നെ കർത്താവ് അത് സൗഖ്യമാക്കുകയായിരുന്നു. അപ്പോൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഈ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരല്പം ഒന്ന് സാവധാനം വേണം. പെട്ടെന്ന് നമ്മൾ റിയാക്ട് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. ഇവിടെയും മീനിങ് ഫുൾ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആദ്യം പറഞ്ഞത് ഇവിടം വിട്ട് നമുക്ക് പോകണ്ടെന്ന്. അതെന്താണ്? അതിനു മുൻപ് കർത്താവ് പറഞ്ഞത് യെരുശലേമിൽ പോയി അവിടുന്ന് കഷ്ടം അനുഭവിക്കുമെന്നും ക്രൂശിതനാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ മഹത്വം കണ്ട സമയത്ത് അയ്യോ അതൊന്നും വേണ്ട, ഇവിടെ നമുക്കങ്ങ് ഇരിക്കാം. അതാണ് ആദ്യമേ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ ഒരു 3 കൂടാരം ഉണ്ടാക്കാമെന്ന്. ഒന്ന് കർത്താവിന്, മറ്റേത് ഏലിയാവിന്, വേറൊന്ന് മോശയ്ക്ക്. കാരണം ഇവർ കാണുകയാണ് ഏലിയാവും മോശയും കർത്താവിൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുകയാണ്. എന്ത് സംസാരിക്കുകയാണ്? കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും ക്രൂശ് മരണത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം യാദൃച്ഛികമായി നടന്ന സംഭവമല്ല. സ്വർഗത്തിൽ ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഏലിയാവിനെയും മോശയും കണ്ടു, 3 കൂടാരം. അതും മീനിങ്ലെസ് ടോക്ക്. യേശു തമ്പുരാനെ മോശയോടും ഏലിയാവിനോടും സമമായി കാണുക. ഇങ്ങനെ പറഞ്ഞ ആ സമയത്താണ് ദൈവത്തിൻ്റെ തേജസ് നിഴലിട്ടവരുടെ മേൽ പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം, ഇതെൻ്റെ പ്രിയപുത്രനാണ്, അവിടുന്ന് പറയുന്നത് കേൾക്കുക. ഈ അനുഭവം കഴിഞ്ഞ് അടുത്ത ദിവസം കർത്താവ് പത്രോസ്, യോഹന്നാൻ, യാക്കോബുമായി മലയിൽ നിന്നിറങ്ങി വരികയാണ്. പത്രോസും യോഹന്നാനും യാക്കോബിനെയാണ് പലയിടങ്ങളിൽ ഇവരെ മാത്രമായിട്ട് കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. യായിരോസിൻ്റെ മകളെ ഉയിർപ്പിക്കുന്ന സമയത്ത് ഇവരെയാണ് കൊണ്ടുപോകുന്നത്. ഗെത്സമന തോട്ടത്തിൽ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെയാണ് അടുക്കൽ കൊണ്ടുപോകുന്നത്.
അങ്ങനെ ഒരു സന്ദർഭമാണിത്. മറുരൂപമലയിൽ അവർ വലിയ കാഴ്ച കണ്ടു. ഇറങ്ങി വരുന്ന സമയത്ത് കർത്താവ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഇത് തൽക്കാലം ഇപ്പം ആരോടും പറയണ്ട. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ജീസസ് ഗേവ് them orders not to tell anyone what they had seen until the Son of Man had risen from the dead. അപ്പൊ അവര് താഴ്വരയിൽ വന്നു. കർത്താവ്, പത്രോസ്, യാക്കോബ്, യോഹന്നാന്. താഴ്വരയിൽ ആര് നിൽപ്പുണ്ട്? മറ്റേ 9 ശിഷ്യന്മാർ നിൽപ്പുണ്ട്. അവരുടെ കൂടെ ഇപ്പോൾ ഒരു പുരുഷാരവും ഉണ്ട്. സന്ദർഭം അതാണ്. 14-ാം വാക്യം, അവൻ ശിഷ്യന്മാരുടെ അടുക്കെ വന്നാറേ വലിയ പുരുഷാരം അവരെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാരവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചു, ഓടി വന്ന് അവനെ വന്ദിച്ചു. അതിൻ്റെ വിഷയം, ഈ 9 ശിഷ്യന്മാരുടെ അടുക്കൽ ഭൂതം ബാധിച്ച യൗവനക്കാരനെ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് സക്സസ്ഫുള്ളായി ശുശ്രൂഷിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ ഒരു ആർഗ്യുമെന്റ് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഇതെല്ലാം നോക്കി ഉന്നം വെച്ച് നിൽക്കുന്ന ശാസ്ത്രിമാരുണ്ട്. കാര്യമൊക്കെ സ്മൂത്തായിട്ട് നടക്കാഞ്ഞത് കൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഒരു പക്ഷെങ്കിൽ അവരെ ആക്ഷേപിക്കുകയായിരുന്നായിരിക്കാം, ആർഗ്യൂ ചെയ്യുകയാണ്. കാരണം അവർക്ക് ഈ അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങളുടെ ഈ അധികാരമൊക്കെ എന്ത് ചെയ്യും? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ കർത്താവിന്? അങ്ങനെ ഒരു സന്ദർഭമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴാണ് കർത്താവ് ഇതാ ഇറങ്ങി വരുന്നത് കാണുകയും ജനം ഭ്രമിച്ചു. എന്തിനാണ് ഭ്രമിച്ചത്? ചില ആളുകൾ ചിന്തിക്കുന്നത്, മറുരൂപമലയിൽ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ ഒരു ഷാഡോ കർത്താവിൻ്റെ മുഖത്ത് കണ്ടേക്കാം, അതുകൊണ്ടായിരിക്കാമെന്നാണ്. പക്ഷെ എനിക്കങ്ങനല്ല തോന്നുന്നത് കേട്ടോ. അയ്യോ, അതെന്താ? അതിൻ്റെ കാരണം കർത്താവ് തന്നെ ഇറങ്ങുമ്പോൾ പറഞ്ഞില്ലേ, ഇതാരോടും പറയരുത് ഇപ്പോഴെന്ന്. അപ്പൊ പറയരുതെന്ന് പറഞ്ഞ കാര്യം ആളുകളെ കൊണ്ട് ചോദിപ്പിക്കാനോ പറയിപ്പിക്കാനോ ഒന്നും കർത്താവ് തുനിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ പ്രശ്നമാണിവിടെ. ഒരപ്പൻ്റെ ഏക മകൻ ഭൂതം ബാധിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ അടുക്കൽ വന്നതാ, പക്ഷെ കർത്താവ് ഇവിടെ ഇല്ല. 9 ശിഷ്യന്മാര്, എനിക്കറിയത്തില്ല മാറി മാറിയാണെന്നോ ഒറ്റക്കെട്ടായിട്ടാണ്, ഏതായാലും 9 പേര് നോക്കിയിട്ടും വിടുതലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതാ കർത്താവ് വരുന്നു. എല്ലാവരും കൂടെ ഓടി അങ്ങോട്ട്. കാരണം ഉറപ്പാണ്, കർത്താവിനെ സമീപിക്കാം, എന്തെങ്കിലും നടക്കുമെങ്കിൽ ഇവിടെ നടക്കൂ. ഇതാണ് രംഗം. 16-ാം വാക്യം, അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ശാസ്ത്രിമാരൊക്കെ ഇല്ലയോ, കിട്ടിയ അവസരം മുതലാക്കുക. അപ്പൊ കർത്താവ്, ഇവര് തോറ്റു നിൽക്കുകയാണെങ്കിലും കർത്താവ് വന്ന് ഇവരെ ആക്ച്വലി ഒരു ഡിഫെൻഡ് ചെയ്യുന്ന പോലെ. എന്താ അവരുമായിട്ട് തർക്കിക്കുന്നത്? കർത്താവിനറിയാം എന്താ വിഷയമെന്ന്. അപ്പൊ 17-ാം വാക്യത്തിലാണ്, അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ലുകടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്താ അവരുമായിട്ട് ഈ ആർഗ്യുമെന്റ്? അപ്പോൾ പുരുഷാരത്തിൽ നിന്ന് ഒരപ്പൻ പറയുക, അപ്പന് ബോധ്യമായി മോന് ഭൂതോപദ്രവാന്ന്. അത് നല്ലതാ, അപ്പനമ്മമാർക്ക് ഇത് അറിയണം. ചുമ്മാ എല്ലാം ന്യായീകരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ, വ്യക്തികളിൽ, കുടുംബാംഗങ്ങളിൽ പല കാര്യം നടക്കുന്നതിന്
നമുക്ക് ഉത്തരമില്ലാതെ പോകുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദൈവമക്കളോട് ഞാൻ പറയാം, നാം ഇത് മനസ്സിലാക്കണം. അശുദ്ധാത്മാക്കളുടെ ഒരു വലിയ ലോകമുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നില്ല. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ സാധാരണയായി വെളിപ്പെട്ട ഒരു വിഷയമാണ് ഭൂതത്തെ പുറത്താക്കുക. ചില നാളുകൾക്ക് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഗലീലയിലെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഫർനഹൂമിൽ ഒരു പള്ളി ചെന്നപ്പോൾ പള്ളിക്കകത്ത് ഒരങ്കിളിന് ഭൂതമുണ്ട്. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇരുന്ന് യോഗത്തിന് പ്രസംഗമൊക്കെ കേൾക്കുക. യേശു തമ്പുരാൻ ചെന്ന് അന്ന് പുള്ളി ഇളകി അത്യുച്ചലിൽ അങ്ങ് ഉറക്ക നിലവിളിക്കുകയൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊരു വലിയ കണ്ണിൽ കാണാത്ത ഒരു വലിയ ലോകമുണ്ട്. ആ ദുഷ്ടലോകം ദൈവസഭയ്ക്കും രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും എതിരാണ്. ആ ദുഷ്ടലോകം എന്നെയും നിങ്ങളെയും പകയ്ക്കുന്നു. ആ ദുഷ്ടലോകം നമ്മയും നമ്മുടെ തലമുറകളെയും തകർക്കാൻ ഉന്നമിച്ചിരിക്കുകയാണ്. ഇതാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒരു വലിയ ലോകം ഉണ്ട്. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ട ആത്മസേന, വലിയ സേന. നമുക്ക് പക്ഷെ കണ്ണിൽ കാണത്തില്ല. കണ്ണിൽ കാണാത്തത് കൊണ്ട് ഇത് റിയൽ അല്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. റിയൽ അല്ല എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ബൈബിൾ അല്ല വിശ്വസിക്കുന്നത്. സാത്താന് രാജ്യമുണ്ടെന്ന് യേശു പഠിപ്പിച്ചു. ആ രാജ്യം തന്നിൽ തന്നെ ഛിദ്രിച്ചതല്ലെന്നും യേശു പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐക്യതയുള്ള ഒരു രാജ്യമാണ് സാത്താൻ്റെ രാജ്യം. അപ്പൊ 17-18 വാക്യങ്ങളിലാണ് കർത്താവിൻ്റെ അടുക്കൽ ഈ പ്രോബ്ലം ഈ പിതാവ് പ്രസന്റ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കർത്താവിൻ്റെ അടുക്കൽ ആ പ്രശ്നം ഉന്നയിക്കുകയാണ്. അതിന് പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരോ, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ, അങ്ങനെ ഒരു ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇതകത്ത് കയറിയാൽ ഊമനായ ആത്മാവെന്നുണ്ട്. ഇത് എപ്പിലെപ്സി പോലെ വെളിപ്പെട്ട് വരുന്ന ഒരു ഭൂതം ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവനെ ശ്രദ്ധിക്കണം, എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടും. ഭൂതം തള്ളിയിടും. അപ്പം ഞാൻ ഈ സംഭാഷണം ഇങ്ങനെ പറയുമ്പോഴേ നിങ്ങൾ വളരെ മനസ്സിലാക്കണം, എല്ലാ രോഗവും ഭൂതത്തിൻ്റെ ആണെന്നോ എല്ലാ വീഴ്ചയും ഭൂതത്തിൻ്റെ ആണെന്നോ നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ ഇങ്ങനെയും ഉണ്ട്. ഇത് ഈ ആത്മീക ഗോളം 2 ധ്രുവങ്ങളിലാണ്. ഒന്ന് സെസേഷനലിസ്റ്റ് എന്ന് പറയും. എന്താ സെസേഷൻകാർ പറയുന്നത്? അവർ പറയുന്നത് ഇതൊക്കെ അന്നുണ്ടായിരുന്നു. ഓക്കെ, യേശു അങ്ങനെയൊക്കെ ചെയ്തു, പിന്നെ ശിഷ്യന്മാർ ചെയ്തു, ഇപ്പം ഇങ്ങനൊന്നും ഇല്ല, വരദാനങ്ങളൊന്നും ഇല്ല, അതൊക്കെ നിന്നുപോയി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെൻസേഷനലിസ്റ്റ്. എന്താ? ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമുണ്ട്, എ ഡീമൺ അണ്ടർ എവറി കപ്പ് ആൻഡ് സോസർ എന്ന് പറഞ്ഞാൽ എന്താ? കാലിപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ മൂട്ടി, ശത്രുവിൻ്റെ പോരാണ്, നമ്മളത് ശാസിക്കുന്നു, ബത്സിക്കുന്നു, വലിയ വെള്ളം. ഇത് രണ്ടുമല്ല ശരി. സ്തോത്രം. അവനെ തള്ളിയിടുന്നു, പിന്നെ അവനെ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അപ്പൊ ഇതെല്ലാം അവന്റെ നിയന്ത്രണം വെച്ച്, കാരണം ഭൂതമകത്ത് കയറിയിരിക്കുക. ഇറ്റ് ഈസ് റിയൽ. അതാ എന്താ തുപ്പലി അറിഞ്ഞുകൊണ്ട് പതപ്പിക്കാന്നോ? അല്ല, പരസ്യ സ്ഥലത്ത് നിൽക്കുക. ഒരപ്പൻ അനുഭവം പറയാ, കുറച്ച് കഴിയുമ്പോൾ യേശുവിനെ കണ്ടപ്പോൾ ഈ ചേഷ്ടകളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അപ്പൻ്റെ വിഷയം. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഏതായാലും ഈ അപ്പൻ ഒരു കാര്യം മനസ്സിലായി, ഒരാത്മീക വിടുതലാണ് എൻ്റെ മകന് വേണ്ടത്. ഇത് മരുന്നുകൊണ്ടും കഷായം കൊണ്ടും ഒന്നും മാറത്തില്ല. ഇതിനൊരു വിടുതൽ വേണം.
അല്ല സാറും ഇപ്പം ആ ശാസ്ത്രിമാരുടെ കൂടെ ഏതാണ്ട് തിയോളജി ആർഗ്യൂ ചെയ്യായിരുന്നല്ലോ. എനിക്ക് അതൊന്നും വേണ്ട, ഇപ്പം എനിക്ക് വിടുതൽ വേണം. അപ്പം മത്തായിയുടെ സുവിശേഷം 17:15 ഇതേ വേദഭാഗത്ത് നിങ്ങൾ നോക്കുകയും, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഉണ്ടോ? മത്തായി എഴുതിയപ്പോൾ കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ. എന്തിനാ തീയിലും വെള്ളത്തിലും കൊണ്ടിടുന്നേ? കൊല്ലാൻ. അപ്പൊ ഈ ഭൂതം കയറിയാൽ തട്ടിപ്പോകും. ഭൂതം കൊല്ലാനാണ്. ഓർമ്മയില്ലേ യോഹന്നാൻ 8:44? He is a murderer. Satan is a murderer from the beginning. ലൂക്കോസ് 9:39 ഈ ഡിമോന്റെ ആ ഡിസ്ട്രക്റ്റീവ് ആക്ടിവിറ്റി നമുക്ക് കാണാൻ കഴിയും. ഒരാത്മാവ് അവനെ പിടിച്ചിട്ട് അവൻ പൊടുന്നനവെ നിലവിളിക്കുന്നു. അതവനെ നുരപ്പിച്ച് പിടപ്പിക്കുന്നു. പിന്നെ അവനെ ഞെരിച്ചിട്ട് പ്രയാസത്തോടെ വിട്ടുമാറുന്നു. അവ ഈ 3 സുവിശേഷം കൊണ്ട് ചേർത്ത് വെക്കുമ്പോഴാണ് ഈ പയ്യന്റെ കണ്ടീഷൻ, ആ അപ്പന്റെ ആ പ്രതിസന്ധി, വിഷമം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ലോകത്തിൽ ആർക്കും കൈകാര്യം ചെയ്യാനൊക്കത്തില്ല. സ്പിരിച്വൽ ഡെലിവറൻസ് മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ കൃപ ലഭിച്ചവർക്ക് ഇത് പുറത്താക്കാൻ കഴിയാതെ ഇരിക്കുന്നു. ദാറ്റ്സ് ദ പ്രോബ്ലം. അദ്ദേഹം കേട്ടിട്ടുണ്ട് കർത്താവ് ഇങ്ങനെ അത്ഭുതം വിടുതലും ഒക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപക്ഷെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പ്രവർത്തനത്തിന് ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവരും ഒരുപാട് കാര്യം ചെയ്തെന്ന്. പക്ഷേ ഇവിടെ വന്നിട്ട് മറുപടി ഒന്നുമില്ല. മർക്കോസ് 9:18 2 ഭാഗം, അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിനോടുള്ള ബന്ധത്തിലാണ് പുരുഷാരോ ഇളകി ശാസ്ത്രിമാരൊക്കെ കളിയാക്കി നിൽക്കുന്നത്, ആർഗ്യുമെന്റ് നടന്നത്. എ പവർലെസ് പീപ്പിൾ. അപ്പൊ ഇവിടെ ഒരല്പം ചിന്തിക്കണം. ഇവിടെ അല്പം നമ്മൾ ചിന്തിക്കണം. എങ്ങനെ ആയത്? ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവർ ഈ പ്രവർത്തനത്തിന് പോയപ്പോൾ ഒരുപാട് ഭൂതങ്ങളെ പുറത്താക്കിയെന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി? അത് കുറച്ചുകൂടെ നമ്മളൊരു ആനുകാലിക ആപ്ലിക്കേഷൻ നടത്ത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു ഭയങ്കര ശക്തിയായിരുന്നു, പ്രദർശനം ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. ഇപ്പൊ എന്ത് പറ്റി സഭയ്ക്ക്? അതോ സെസേഷനിസ്റ്റ് ആയോ? ഇവരെ തിരഞ്ഞെടുക്കുമ്പോൾ മർക്കോസ് 3:13 മുതൽ 15 വരെയുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അടുത്ത ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ടതാ. അവൻ തന്നോട് കൂടെ ഇരുപ്പാനും 2 പ്രസംഗിക്കേണ്ടതിനയപ്പാനും 3 ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 വരെ നിയമിച്ചു. 12 പേരെ, ഒത്തിരി ശിഷ്യന്മാരുണ്ട്, അവരിൽ നിന്ന് 12 പേരെ തിരിച്ചെടുത്തത്. 1 കൂടെ ഇരിക്കണം. ആ വാക്ക് ഞാൻ പിന്നീട് പറയാം, അതൊന്ന് നോട്ട് ചെയ്തോണം. 2 പ്രസംഗിക്കാൻ തമ്പുരാൻ ഇവരെ അയക്കണം. 3 ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ 12 വരെ നിയമിച്ചു. അപ്പോൾ ഇവരെ ഇങ്ങനെ എടുത്തു, ചേർത്ത് വെച്ചു. എന്നിട്ട് ഇവരെ അയക്കുന്നത് മർക്കോസ് 6:7 വാക്യവും 13 വാക്യവും ശ്രദ്ധിക്കണം. 7 വാക്യവും 13 വാക്യം. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ചു, അവരെ ഈരണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. മർക്കോസ് എഴുതുമ്പോൾ അധികാരം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ലൂക്കോസ് 9:1-2 വാക്യത്തിൽ അധികാരവും ശക്തിയും കൊടുത്തെന്നുണ്ട്. അപ്പൊ ഇത് കർത്താവ് കൊടുത്തു. കർത്താവ് ഡെലിഗേറ്റ് ചെയ്യാണ്. എന്നിട്ട് 13 വാക്യം, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇതിനു വേണ്ടിയാ വിളിച്ചത്. ഒരു ഘട്ടം വന്നപ്പോൾ അവരെ അയച്ചു. മിനിസ്ട്രി സക്സസ്ഫുള്ളാണ്.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ അധികാരവും ശക്തിയും കൈമാറി. 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ചില പ്രായോഗിക നിർദ്ദേശം കൊടുക്കുന്നു. 6-ാം വാക്യത്തിൽ അവർ സക്സസ്ഫുൾ ആയിരുന്നു. 10-ാം വാക്യത്തിൽ തിരിച്ചു വന്ന് റിപ്പോർട്ടൂടെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്ത് പറ്റി സഹോദരന്മാരെ? നിങ്ങൾക്ക് എന്ത് പറ്റി? വളരെ ഭൂതങ്ങളെ പുറത്താക്കി, ഒരുപാട് രോഗികളെ സൗഖ്യമാക്കി. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ പോസിറ്റീവ് ആദ്യം ഞാൻ പറയാം. ഇവർ തോറ്റു നിൽക്കുകയാണ്. കാരണം ഇവർ നേരത്തെ ചെയ്ത കാര്യം ഇപ്പോൾ ഒക്കെ ചെയ്യാൻ ഒക്കുന്നില്ല. രഹസ്യത്തിൽ വന്ന് ചോദിച്ച, എന്താ കർത്താവേ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ? അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. കർത്താവ് ഇവരെ തള്ളിക്കളയുന്നില്ല. ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ്. വീഴ്ച വന്നു, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ, ഉപവാസത്തിലേക്ക് മടങ്ങി വാ. പ്രാർത്ഥനയുടെ മാറ്റിൽ നിന്നെ ഇരുത്താതെ നിന്നെ ഓടിച്ച് ബിസി ആക്കുന്നത് തന്നെ ശത്രുവിൻ്റെ തന്ത്രമാണ്. സ്തോത്രം. എന്നാ വല്ല വിഷയമാണെങ്കിലും ഇതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പന്മാര് വരികയാണ്. സമൂഹത്തിൽ ആളുകൾ പറയും, we need help, we have nothing to give, powerless. ഇതിനല്ല കർത്താവ് നിയോഗിച്ചത്, പക്ഷെ ഇപ്പൊ അങ്ങനെയായിപ്പോയി. സ്തോത്രം. വല്ലാത്ത ഒരു കണ്ടീഷനായി. പുറത്താക്കേണ്ടത് ഞാൻ, നിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, അവർക്ക് കഴിഞ്ഞില്ല. 19-ാം വാക്യത്തിൽ യേശുവിൻ്റെ മറുപടി, ശിഷ്യന്മാരെ കർത്താവ് ശാസിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം വാക്കുകൾ. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ. അപ്പൊ വിശ്വാസത്തിൽ വന്ന പ്രശ്നമാണ്. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഓ അൺബിലീവിങ് ജനറേഷൻ. അവിടെ പുരുഷാരമുണ്ട്. അവിടെ ഈ മകൻ്റെ അപ്പൻ്റെ വിശ്വാസം വീക്കാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും ഈ ശാസന പ്രധാനമായി ശിഷ്യന്മാരോടാണ്. കൂടെ കൊണ്ട് നടന്ന ഡെമോൺസ്ട്രേഷൻ കാണിച്ചതാണ്. അവരുടെ സമയം വന്നപ്പോൾ അവർക്ക് അധികാരവും ശക്തിയും കൈമാറി. നിങ്ങൾ ചെന്ന് ശുശ്രൂഷിക്കുക, ഇതെല്ലാം ശരിയാണ്. അവരത് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു കാരണം അവിശ്വാസം ഉള്ള തലമുറ. ലൂക്കോസ് 9:41 പറയുന്നത് അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ. കോട്ടം എന്ന് പറഞ്ഞാൽ പെർവെർട്ടഡ് ജനറേഷൻ. എത്ര പെട്ടെന്നാണ് ഈ ശക്തി ചോർന്നു പോയത്, എത്ര പെട്ടെന്നാണ് ദൗത്യത്തിൽ നിന്ന് മാറിപ്പോയത്. നിങ്ങൾ നോക്കിക്കേ, 19-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. ഇത്രയധികം സമയം കർത്താവിൻ്റെ കൂടെ നേരിട്ട് സ്പെൻഡ് ചെയ്തിട്ടും ഇപ്പോൾ കർത്താവിൽ ദൈവശക്തിയിൽ പൂർണ്ണ ആശ്രയം ഇല്ല. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. ശരിക്കും കർത്താവിൻ്റെ വേദനാജനകമാകുന്ന വാക്കുകളാണ്. നമ്മൾ മറ്റു പലയിടത്തിൽ വായിച്ചിട്ടുണ്ട്. എന്താണ്? യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസിയെ. അതുപോലുള്ള ഒരു പ്രയോഗമാണ്. എത്ര നാൾ ഞാൻ കൂടിയിരിക്കുന്നു. ട്രെയിൻ ചെയ്ത് റെഡിയാക്കുന്ന ആളുകൾ ഇടയ്ക്ക് വെച്ച് പ്രശ്നമായി, പവർ കട്ട്. അതാണ് പറ്റിപ്പോയത്. ശരിക്കും കർത്താവിൻ്റെ ദുഃഖം പ്രകടിപ്പിക്കുകയാണിത്. ആരോട്? ശിഷ്യന്മാരോട്. നമ്മളോട് പിന്നെ? അതോ നമ്മളോടുള്ള ബന്ധത്തിലും ദുഃഖമുണ്ടോ? അതിനാ നമ്മൾ ഇത് പഠിക്കുന്നത്. Yeah, he is grieved even with us. എന്തു പറ്റി ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്? ഒന്നുകിൽ നമ്മൾ പറയണം, ഈ കുറെ ആളുകൾ പറയുന്ന പോലെ ഇതെല്ലാം നിന്നുപോയി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ തെറ്റാണ്. ആണേ പിന്നെന്ത് ചെയ്യും? അപ്പൊ എന്തോ പറ്റി. ആ 19-ാം വാക്യത്തിന്റെ 4-ാം ഭാഗം,
അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് റെഡിയാകുകയാണ്. ശിഷ്യന്മാർ തോറ്റ ഇടത്ത് കർത്താവ് ആ അത്ഭുതത്തെ ചെയ്യാൻ, ആ വിഷയത്തിന് പരിഹാരം കൊണ്ടുവരാൻ തയ്യാറാകുകയാണ്. ഇപ്പൊ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഭൂതം ഇളകുകയാണ്. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരണ്ടു. ഇതാണ് 20 വാക്യം. ഇത് പക്ക മുന്നേ നടക്കുക. അപ്പൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇതങ്ങ് കൈവിട്ടു പോവാ കാര്യം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അടുത്ത വാക്യത്തിൽ കർത്താവ് ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ഓ ഇത് എന്തുവാ, ഓ വളരെ കാമായിട്ടാണ് കർത്താവ്. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കണം, ചർച്ച ഇത് മനസ്സിലാക്കണം. ഒരു വലിയ ആത്മഗോളമുണ്ട്. ഈ ചെറുപ്പക്കാരനെ ചെറുപ്പം മുതൽ തന്നെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഇവൻ്റെ അകത്ത് ഇത് കുടികൊണ്ടിരിക്കുകയാണ്. ഇവനെ കൊല്ലാൻ നോക്കി, പലതവണ ശ്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താ പിന്നെ കൊല്ലാഞ്ഞേ? എന്താ കൊല്ലാഞ്ഞേ? തീ കാണുമ്പോൾ തീക്കകത്തോട്ട് എറി, വെള്ളം കാണുമ്പോൾ വെള്ളത്തിനകത്തോട്ട് എറി. പിന്നെ എന്താ കൊല്ലാഞ്ഞേ? ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഈ നാഴികയിലേക്ക് ഇവൻ വരണം, കർത്താവ് ഇതിനെ പുറത്താക്കണം എന്നുള്ളത് കൊണ്ടാണ് കേട് സംഭവിക്കാതെ അവൻ സർവൈവ് ചെയ്തത്. ദൈവമക്കൾ ഇത് മനസ്സിലാക്കണം. നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, നിങ്ങളുടെ തലമുറയിലാകട്ടെ, നിങ്ങളുടെ ഏത് മേഖലയിലാകട്ടെ, ഓരോന്ന് ശത്രുവായ പിശാച് അവൻ്റെ പണിയൊരുക്കുമ്പോൾ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് തകർന്നു പോകാതെ ദൈവം കൊണ്ടുവരുന്നത് ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ഞാൻ പിന്നെ ആവർത്തിക്കാം, എല്ലാ കാര്യവും ഭൂതമാണെന്നല്ല, പക്ഷേ ഭൂതങ്ങളുടെ മേഖല ഉണ്ട്. യു ഹാവ് ടു ഡിസേൺ. വീട്ടിൽ മാതാപിതാക്കൾക്ക് മനസ്സിലാകണം, നോട്ടം മാറിയാൽ ഇത് തെറ്റാണെന്ന് മനസ്സിലാകണം. സ്തോത്രം. അതിനാണ് ദൈവകൃപ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. പൈശാചിക ഉപദ്രവങ്ങളുടെ മേഖല നമ്മൾ മനസ്സിലാക്കിയാൽ അത് വളരെ വൈഡായിട്ടുള്ള കാര്യമാണ്. ഈ വീടുകളിലെ ഈ കലഹങ്ങൾ പലത്, അല്ല പലത് ഈ ഭൂതമാണ്. എന്തോ ചെയ്താലും ചേരുകയില്ല. അശ്ലീലമാകുന്ന ചിത്രങ്ങളിലേക്ക് നയിച്ച് അകത്തേക്ക് ക്യാൻവാസ് ചെയ്യുന്നത് ആരാണ്? ക്രിസ്തീയ വേലക്കാരെയും നന്നായി വരേണ്ട ചെറുപ്പക്കാരെയും ഇമ്മോറൽ ആക്ടിവിറ്റികളിൽ വീഴ്ത്തുന്നതിന് പിൻപിൽ വ്യാപരിക്കുന്നത് ആരാണ്? ഇതൊരു വലിയ മേഖലയാണ്. നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്. സകല ഏഷണിയുടെ പിൻപിൽ എന്താ? ദുരാത്മാവാണ്. ഈ ഗോസിപ്പും സ്ലാൻഡറും ഇതെല്ലാം, ഈ ഭിന്നതകളുടെ പിൻപിൽ വ്യാപരിക്കുന്നത് ദുരാത്മാക്കളാണ്. ദുരുപദേശങ്ങളുടെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാക്കളാണ്. സ്തോത്രം. ദുർഭൂത ശക്തികളുണ്ട്. നിങ്ങളിൽ ചിലരുടെ അകത്ത് വിട്ടുമാറാൻ കഴിയാതെ ഇത്തിള പോലെ പറ്റി നിൽക്കുന്ന ചില പാപങ്ങളുണ്ട്. വൈ? അതിന്റെ പിൻപിൽ ഒരു ഭൂതശക്തി കാണും. പ്രൈസ് ഗോഡ്. ടേക്ക് ഇറ്റ് സീരിയസ്ലി. നല്ല കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഗോഡ് ഈസ് ഓൺ യുവർ സൈഡ്. ദൈവം നിങ്ങളുടെ പക്ഷത്താ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ അത് അറിഞ്ഞിരിക്കണം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. യേശുവിൻ്റെ നാമം എനിക്ക് തന്നിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിന് ജയമുണ്ട്. പക്ഷേ ഈ അപ്പൻ്റെ നിലപാട് വേണം. ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അല്ലാതെ അവിടെ ഇല്ലില്ല സതം സാരമല്ല, അങ്ങനെ ഇങ്ങനെ അങ്ങനൊന്നും അല്ല. ഭൂതമായി എൻ്റെ അകത്ത്. ഐ നീഡ് ഡെലിവറൻസ്.
ഇന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വഴിതെറ്റിക്കുന്ന മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അശ്ലീലമായ കാര്യങ്ങൾ, ഐ വിൽ ടെൽ യു, ഇതിൻ്റെയൊക്കെ പിൻപിൽ ദുർശക്തികളുടെ വ്യാപാരമുണ്ട്. തെളിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് അവർക്ക് ഇതിനകത്തൊന്നും വെളിയിൽ വരാൻ ഒക്കാത്തത്? കെട്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. They need deliverance. ഈ ബലവാനെ പിടിച്ചു കെട്ടണം, ഈ ബലവാനെ പിടിച്ചു കെട്ടണം. ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്നൊക്കെ കർത്താവ് ഈ അപ്പനോട് ചോദിക്കുന്നത് ആ കർത്താവിന് അറിയത്തില്ലേ? അല്ല, ഞാൻ ഒന്ന് എഴുതിയെടുക്കട്ടെ, എത്ര നാളായി? അതിനല്ല, കർത്താവിനെല്ലാം അറിയാം. കർത്താവ് ഇത് ചോദിക്കുന്നത് ഈ അപ്പൻ്റെ വേദന കർത്താവ് മനസ്സിലാക്കുകയാണ്. അപ്പൻ്റെ ഹൃദയം പകരാൻ കർത്താവ് ചോദിക്കുകയാണ്, ടെൽ മീ. എല്ലാ വിടുതലുകളും ദൈവത്തിന്റെ മനസ്സലിവിലാണ്. നിഗളികൾക്കല്ല വിടുതൽ, നിഗളികൾക്കല്ല വിടുതൽ. നിഗളികൾ വെറുതെ പോകും. ആ അപ്പൻ പരസ്യ സ്ഥലത്ത് നിൽക്കുകയാണ്, ഹെൽപ്പ് മീ. പുരുഷാരമുണ്ട്, ശാസ്ത്രിമാരുണ്ട്, പരസ്യമായിട്ട് നിൽക്കുക, ഐ നീഡ് ഹെൽപ്പ്. ഞാൻ അതിനാ വന്നത്, പക്ഷേ യുവർ ഡിസൈപ്പിൾസ് couldn't help me. വിടുതലും കൊണ്ടേ പോവും. കുട്ടിക്കാലം തൊട്ടേ ഇതുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ, ഈ അപ്പൻ എന്തനുഭവിച്ചു പ്രിയരേ? കണ്ണിൽ എണ്ണ ഇട്ടുകൊണ്ടായിരിക്കുന്നത്. ആണ് എപ്പോഴാണ് ഈ ആടി എഴുന്നേറ്റ് പോകുന്നത്? എന്താ ഈ കാണിക്കാൻ പോകുന്നത്? ഏതാണ്ട് അപ്പൻ ചെയ്തതാന്നാ തോന്നുന്നു. അപ്പനോ അമ്മയോ ചെയ്തതല്ല, അവിടെ അങ്ങനൊന്നുമില്ല. പിന്നെന്താ? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി. ഈ നമ്മുടെ ഒരു സംസ്കാരമുണ്ട്, എന്തുണ്ടെങ്കിലും അപ്പനെ അമ്മയും ചാരും, ആകണമെന്നില്ല. 22-ാം വാക്യം, അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീരും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അടുത്ത പറഞ്ഞ കേൾക്കണേ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ, എന്നെ നല്ല ഞങ്ങളെ, ആ മകൻ്റെ വേദന ഉൾക്കൊള്ളുക അപ്പൻ കേട്ടോ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ദൈവം ഇത്രത്തോളം ഈ പൈതലിനെ സംരക്ഷിച്ചു. പിശാച് തകർക്കാൻ നോക്കിയിട്ട് സംരക്ഷിച്ചു. നിന്നാൽ വല്ലതും കഴിയുമെങ്കിലെന്ന്. അയ്യോ സാറിന് അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പം അവർക്കൊക്കെ വലിയ കഴിവാണ്, വലിയ ശക്തിയാണ്, പക്ഷേ നമുക്ക് ഗുണമൊന്നും വന്നില്ല. അപ്പൊ ശിഷ്യന്മാരുടെ ശുശ്രൂഷയിലെ വീഴ്ച നിമിത്തം കർത്താവിനെ പോലും ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുക. പുള്ളിക്ക് അത്രയും വിശ്വാസമില്ല. ഇപ്പൊ കഴിയുമെങ്കിൽ ഹെൽപ്പ് മീ. 23-ാം വാക്യം, യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആവർത്തിക്കാം, വിശ്വാസമാണ് വിഷയം. അവിശ്വാസമുള്ള തലമുറ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എന്ത് വിശ്വാസം? എൻ്റെ വീടിൻ്റെ, എൻ്റെ തലമുറയുടെ, എൻ്റെ വീടിൻ്റെ, അല്ലെങ്കിൽ എൻ്റെ എന്ത് വിഷയമാകട്ടെ, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക. നാട്ടുകാരെന്ത് വേണേ പറയട്ടെ, കൂടെ ഇരിക്കുന്നവരെന്ത് വേണേ പറയട്ടെ, അത്യുന്നതനായ എൻ്റെ ദൈവം, എൻ്റെ ദൈവത്തിന് എൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കാൻ കഴിയും, എൻ്റെ ശരീരത്തെ വിടുവിക്കാൻ കഴിയും, എൻ്റെ മുന്നോട്ടുള്ള ആത്മീയതയിൽ എന്നെ വിടുവിച്ച് എന്നെ ക്ഷേമമായിട്ട് നടത്താൻ കഴിയും. ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം. I believe my God can. പക്ഷേ സിസ്റ്ററെ, ബ്രദറെ, ഇത് കണ്ടിട്ട് നമുക്ക് ഇനി എന്തുവേലും, no, God can, God can, God can. വിശ്വസിക്കുന്നവൻ, ഓ ദൈവത്തിന് ഞാൻ മരിച്ചവരെ പോലും എഴുന്നേൽപ്പിക്കാൻ കഴിയും. ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് പകലനെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആ കുടുംബത്തിനകത്ത് വെളിച്ചത്തെ വീശുവാൻ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വെട്ടേറ്റ് അശുദ്ധ വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. കുടുംബത്തിൽ നിരന്തരമായി കലഹമിട്ട് കുടുംബ അന്തരീക്ഷം തന്നെ
ഭൂതങ്ങളുടെ ആവാസമാക്കി മാറ്റുന്ന അനുഭവങ്ങൾ ഇന്ന് പകൽ ജയം അതിന്റെ മേൽ പ്രഖ്യാപിക്കുകയാണ്. God can. God can. God can. ദൈവത്തിന് അസാധ്യമായി, എൻ്റെ കൂടെ അത് വിശ്വസിക്കുന്നു നിങ്ങൾ? God can work a miracle in my family life. God can work a miracle in my boy and in my girl. God can work a miracle. വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. They need to believe that God can. അപ്പം അതിനകത്ത് എന്തോ ഒരു, അപ്പം നിങ്ങൾ ഓർത്തോ, നിങ്ങളിലാ ശക്തിയെന്ന്. God can. God is powerful. All things are possible to him who believes. അപ്പം ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്. പല ആവർത്തി വിശ്വാസത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസം വേണം ദൈവശക്തി വിഷയങ്ങളിൽ വ്യാപരിക്കാൻ. ഇതെല്ലാവർക്കും ഉള്ള ദൂതാ കേട്ടോ. ആ പുരുഷാരത്തിലും വിശ്വാസമില്ല, അപ്പനിലും വിശ്വാസമില്ല, ശിഷ്യന്മാർക്കും വിശ്വാസമില്ല. അവരുടെ വിശ്വാസം വീക്ക് ഫെയ്ത്ത്, ലിറ്റിൽ ഫെയ്ത്ത്, ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. They needed to believe in the power of God. ഇത് ശിഷ്യന്മാർ അടിയന്തരമായി പഠിച്ചു നോക്ക്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്ത് അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഇവരാണ് വിശ്വസിച്ച് പോകേണ്ടത് ആത്മശക്തിയോടെ. ഇവർ ഈ പാഠം പഠിക്കണം. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ച്, കർത്താവേ, അയാൾ ജനുവനാ കേട്ടോ. ആദ്യം തന്നെ വന്ന് പറഞ്ഞു, ഞാൻ ഹെൽപ്ലെസ് ആണ്. ഈ വിഷയം കർത്താവ് പറഞ്ഞപ്പോഴും, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത് 24 വാക്യം. Immediately the boy's father exclaimed, I do believe. Help me overcome my unbelief. ഞാൻ പതറിപ്പോയത് ഒന്ന് ജയിക്കാൻ കൃപ തരണം. ഏറ്റു പറയുക, തുറന്നു പറയുക, കഴിയുമെങ്കിലുന്നു. 25 വാക്യം. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഇന്നത്തെ ഒരു പ്രസംഗയുടെ കൂട്ടമല്ല. ആളുകളെല്ലാം കൂടെ ഓടിക്കൂടാൻ തുടങ്ങിയപ്പം മറ്റേ നമ്മളെന്താ ഒന്ന് കൂടി, ആരാടാ കയറിയിരിക്കുന്നത്, പേരെന്താ വാടാ എന്നൊക്കെ പറഞ്ഞ്. ജീസസ് ഇത് കൂടുന്ന കണ്ടപ്പോഴേ ശാസിച്ചു. അതെന്താണ്? ആ അപ്പൻ തകർന്നിരിക്കുകയാണ്. ആ മകൻ്റെ ചേഷ്ടകളൊക്കെ കണ്ട് അപ്പൻ തകർന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ ആളെല്ലാം കൂടെ കുഞ്ഞോനെ ഓനാന്നോ, എത്ര നാളാണ് കുഞ്ഞോനെ തുടങ്ങിയിട്ട്? ഇതല്ല കർത്താവിൻ്റെ പ്ലാൻ. നമ്മുടെ ചില പ്രൈവറ്റ് വിടുതലുകൾ ദൈവം പരസ്യമാക്കാതെ പ്രൈവസിയിൽ തന്നെ ചെയ്യുന്ന ഒരു ദൈവമാണ്. കുറച്ചുപേരെ ഇപ്പോൾ ഉള്ളൂ. വേറെ ആളുകൾ ഇങ്ങനെ കൂടുക, കാരണം ആളുകൾക്ക് ഇതെല്ലാം കാണാം, കൂടുക. പെട്ടെന്ന് കർത്താവ് അതിനെ ശാസിക്കുകയാണ്. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ടല്ലേ. രഹസ്യത്തിൽ തന്നെ എത്ര കാര്യങ്ങൾ കർത്താവ് കൈകാര്യം ചെയ്തു. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. കർത്താവ് ശാസിക്കുന്നത് എങ്ങനെയാ? ഊമനും ചെകിടനുമായ ആത്മാവേ. അപ്പൊ ഊമനുമാണ് ചെകിടനുമാണ്. ആത്മാവിൻ്റെ പേര് വിളിക്കുക. ഈ ആത്മാവ്, ഈ അശുദ്ധാത്മാവ് കയറിയപ്പോഴാണ് ഈ കാര്യങ്ങൾ. ഊമനും ചെകിടനും. ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി.
പക്ഷെ കർത്താവ് നോക്കി 27 വാക്യത്തിൽ, യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി, അവൻ എഴുന്നേറ്റു. 28 വാക്യം, വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഇതാണ് ശിഷ്യൻ. തോറ്റത് സമ്മതിച്ചു. അല്ലാതെ അവിടെ കിടന്ന് ന്യായമാണ്. ആ ശാസ്ത്രിയൊക്കെ ചോദിച്ചപ്പോഴേ അന്തരീക്ഷം മാറി എന്നുള്ളത് അറിയത്തില്ലേ? ശാസ്ത്രീയൊന്നുമല്ല, അന്തരീക്ഷമൊന്നുമല്ല. We were powerless. Why? കർത്താവിനോട് ചോദിക്കുകയാണ്. അവ 29 വാക്യത്തിൽ കർത്താവ് അതിൻ്റെ മറുപടി പറയുന്നതാണ് ഞാൻ പ്രാരംഭത്തിൽ വായിച്ചത്. പ്രാർത്ഥനയും ഉപവാസം വേണം. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? 9 ശിഷ്യന്മാർ താഴ്വരയിലുണ്ട്. അവരിൽ പണ്ട് വെളിപ്പെട്ടതുപോലെ ഈ കേസ് കൈകാര്യം ചെയ്യാൻ കൃപ വ്യാപരിക്കാഞ്ഞതിൻ്റെ കാരണം അവരുടെ വ്യക്തിപരമായ ആത്മീകതയിൽ വന്നുപോയ ക്ഷീണമാണ്. അവർ പ്രാർത്ഥന ഉപേക്ഷിച്ചു, ഉപവാസമില്ല. പിന്നെന്താ? അല്ല, പണ്ട് ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പണ്ടത്തെ കാര്യത്തിൽ വണ്ടി ഓടിക്കുക. ഇന്ന് രാവിലെ 100% ചാർജായി. ഇന്ന് വൈകുന്നേരമാകുമ്പോൾ ഒട്ടും ഉപയോഗിച്ചില്ലേ പോലും കുറച്ച് ചാർജ് പോവും. നല്ലതായിട്ട് ഉപയോഗിച്ചാൽ ഒത്തിരി ചാർജ് പോവും. നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് മിക്കവാറും തീരും. അല്ല, ഇന്നലെ 100 ഉണ്ടായിരുന്നു, ഞാൻ 100-ലായിരുന്നു. ചിലർ പറയുന്നില്ലേ, ചാർജ് ചെയ്തില്ലെങ്കിൽ പിന്നെ മൊബൈലാന്നൊക്കെ പറയാം. ഇവിടെ വെക്കാം കേട്ടോ, ഇവിടെ വെക്കാം, പൊട്ടിയതാന്നേലും ചതഞ്ഞാന്നേലും ഇവിടെ വെക്കാം. അങ്ങനെ ഒരു ഗുമ്മുണ്ട്. പക്ഷെ പ്രയോജനം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. സോക്കറ്റ് വേണം, ചാർജ് ചെയ്യണം. സോഴ്സിലേക്ക് ചെല്ലണം, ഇലക്ട്രിസിറ്റിയിൽ ചെല്ലണം. God is the source. God is the source. അതും ഇതും പറഞ്ഞുണ്ടല്ലോ, നടന്നിട്ടൊന്നും കാര്യമില്ല. പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഇരിക്കണം. എന്താ കഴിഞ്ഞ ദിവസം കണ്ടില്ലല്ലോ? വന്നില്ലെന്നേ ഉള്ളൂ. അത് ശരി. അല്ല, നിങ്ങളൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അയക്കോ. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായല്ലോ. സ്തോത്രം. എന്താ 3-4 ദിവസമായിട്ട് കണ്ടില്ലല്ലോ? ഞാനെല്ലാം ആരൊക്കെ വരുന്നു, ഞാനെല്ലാം മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ആട്ടെ, കൊള്ളാം. ഇപ്പോഴാ മനസ്സിലാകുന്നല്ലേ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ പവറില്ല. പ്ലഗ് ചെയ്തിരിക്കണം. ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ഇൻ ഫാസ്റ്റിംഗ്, ഇൻ പ്രയർ. ഇതല്ലാതെ ചുമ്മാതെ ഒരു മതപരമായ കാര്യം നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാം, അങ്ങനല്ല. ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവമായത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഏറ്റവും ഡിഫിക്കൽട്ട്, പ്രസംഗിക്കുന്നതിനെക്കാട്ടി ഡിഫിക്കൽട്ടാണ് പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്. റിയലി ഐ ആം ടെല്ലിങ്. അതെന്താണ്? പായൽ നമ്മളെ ഇരുത്തിയാൽ എതിരാളിക്കറിയാൻ കച്ചവടം തീർന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി, ഇപ്പൊ ഉപദേശിമാര് പ്രസംഗിക്കുന്നവർക്ക് എന്താ, പക്ഷേ ഒരു 10,000-3000 പേര് കൂടുന്ന കേട്ടോ, ഇപ്പോൾ അടിയന്തരമായിട്ട് വരണം. അയ്യോ, ഞാൻ ഉപവാസത്തിരിക്കും. എന്നെ പക്ഷേ അത് അവർ നടത്തിക്കോളും. ഭാഷ പോലും കണ്ടോ? സ്തോത്രം. എന്താ നമ്മുടെ വിഷയം? പാർഷി പറഞ്ഞപ്പോഴാ നാളെ ആ ദുബായിൽ നിന്ന് അളിയൻ വരുന്നത്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഓൺലൈനിൽ കയറുന്നു. പക്ഷെ അളിയച്ചാരെ നമുക്ക് നോ പറയാൻ ഒക്കും. പുള്ളി സ്പ്രേ കൊണ്ടുവരും. അങ്ങനെ കുറേ അളിയന്മാരും അനിയന്മാരും പ്രാർത്ഥിക്കരുത്. ഈ 9 പേർക്ക് they had failed. പ്രയറിലും ഉപവാസത്തിലുമാണ് they are depending on the power of God. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ മോളെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പ്രേ ചെയ്യുമ്പോഴേ നമ്മൾ സമ്മതിക്കുകയാണ് ഈ പ്രശ്നത്തിന് എനിക്ക് കഴിയത്തില്ല, I need help and God moves. ഏത് വിഷയമായിക്കോട്ടെ. അതിനാ പറഞ്ഞത് വിശ്വസിക്കുന്നവന് സകലതും, കാരണം God can.
പ്രാർത്ഥനയിൽ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത് എനിക്ക് കഴിവില്ല, ഈ ചർച്ച മുന്നോട്ട് പോകണം, എനിക്ക് കഴിവില്ല, ഈ ചർച്ചിനെതിരെ പോരുണ്ട്, എനിക്ക് കഴിവില്ല. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഐ എം ടെല്ലിങ് ഗോഡ് ഐ കാൺട്ട്, ട്രസ്റ്റിംഗ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. അതാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും നടക്കേണ്ടത്. പക്ഷേ ഈ 9 ശിഷ്യന്മാർക്ക് പണ്ടത്തെ നല്ല അനുഭവങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ചതാകാം അവരിങ്ങനെ തോൽക്കാൻ കാരണം. അപ്പൊ കർത്താവ് അധികാരവും ശക്തിയും കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആകണമെങ്കിൽ അത് വിശ്വാസത്താലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ആ വിശ്വാസം ശരിക്കും ആത്മീക ശുശ്രൂഷയിൽ കൾട്ടിവേറ്റ് ആകാൻ പ്രയറും ഫാസ്റ്റിങ്ങും വേണം. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. സ്തോത്രം. ഇവര് പ്രാർത്ഥന ഏതായാലും ഉഴപ്പിയതാ. എന്താണ് പണ്ടത്തെ കാലത്ത് എല്ലാം എന്താ, കൈവെക്കുമ്പോഴേ രോഗി സൗഖ്യമാകുന്നു, വിട്ടുപോകുന്നൊക്കെ പറയുമല്ലോ ഒക്കെ. അതോ ഇനി ഈ 3 പേരെ കൊണ്ടുപോയതാണോ പ്രശ്നം? ഇവിടെ എന്താ എപ്പോഴും ഈ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും അപ്പം നമ്മൾ തിരഞ്ഞെടുത്തല്ലേ? ചില സഭയിൽ അതാ പ്രശ്നം അല്ലേ? അതായത് എപ്പോഴും അവരെ മാത്രം. ഇനി അതുകൊണ്ടായിരിക്കും പ്രെയർ ടൈമിൻ്റെ സമയത്ത് എന്താ എപ്പോഴും അതെന്താ അവരെ മാത്രം. ഇപ്പം മറുരൂപമല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മല കയറാനൊക്കത്തില്ലേ? എന്തോ ചെയ്താലും പ്രാർത്ഥിക്കട്ട, ഒന്നിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം, എന്തെങ്കിലും പ്രാർത്ഥിക്കരുത്. ഇനി പ്രാർത്ഥിക്കുന്നവനെ കൂടെ ഉഴപ്പുന്ന പുള്ളികളുണ്ട്. എന്തെങ്കിലും അവൻ്റെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ചെറിയ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒന്നും അറിഞ്ഞില്ലല്ലേ, എന്തുവാ അല്ല അറിഞ്ഞില്ലേ, വേണ്ട അത്രയും മതി. എന്തുവാ 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 അപ്പൊ ഈ സഭയിലൊന്നും അല്ലേ, ഒന്നും അറിയുന്നില്ലയോ? അപ്പൊ തന്നെ നമുക്കൊരു സംശയം, ഇവിടെ എന്തുവാടാ ഇനിയും പ്രാർത്ഥിക്കുന്നവനെ കൂടെ വലിക്കുക എന്ന് പറയും. ഇരിക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ ഈ ഒരു വലി കേട്ടോ. എന്തിനാ വെറുതെ ഈ ശരിക്കും നിങ്ങൾ നോക്കിയ രംഗം. കർത്താവ് ഈ ചുമതല ഏൽപ്പിച്ചു, കർത്താവ് അവിടെ ഇല്ല. ഇവർ 9 കൂട്ടർ നോക്കിയിട്ട് പണി പറ്റുന്നില്ല. നാട്ടുകാരിപ്പോൾ കളിയാക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. കർത്താവിൻ്റെ നാമത്തിന് അപമാനം വന്നു. കർത്താവ് ഇറങ്ങി വന്നു. നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഇറങ്ങി വരണം, നമ്മളെ സഹായിക്കണം, നമ്മൾ താഴണം. ലുക്ക് ഫോർ ദ പ്രയർ മാറ്റ്. ലുക്ക് ഫോർ ദ പ്രയർ മാറ്റ്. പ്രയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ പൂസിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ പ്രിയരെ, മഞ്ഞുരുകി മാറുന്നത് പോലെ നിങ്ങളെ വെല്ലുവിളിക്കുന്ന മല ഉരുകി മാറും. ഉറപ്പ് ഞാൻ തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെരുബാബേലിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ. പിന്നെന്താ പറയുന്നേ? സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ ഈ പർവ്വതത്തെ സമഭൂമിയാക്കും ദൈവം. നമ്മൾ ഈ അതും ഇതും പറയുന്നതിനെക്കാട്ട് ജസ്റ്റ് പ്രേ പ്രേ പ്രേ. പ്രാർത്ഥനയിൽ പറയുന്ന ഗോഡ് ഈസ് ഓൾ പവർഫുൾ. എൻ്റെ വിഷയം എൻ്റെ ദൈവം കൈകാര്യം ചെയ്തോളും. ഈ അപ്പൻ്റെ മകന് വിടുതലായ അപ്പൻ പോകുന്ന ഒരു പോക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഓ, എന്താ ഇത്? ചെറുക്കൻ്റെ ഭാവിയുടെ വഴി തുറക്കുകയല്ലേ. അടഞ്ഞു കിടന്ന വാതിലുകൾ ഏത് നിമിഷവും അവൻ മരിച്ചു പോകും. കാരണം അവനെ വേറൊരു ശക്തി അവനിൽ വ്യാപരിക്കുക, അവനിൽ കുടികൊണ്ടിരിക്കുക. നിൽക്കുന്ന നിൽപ്പിൽ എടുത്ത് അടിച്ച പോലെ താഴെ കിടക്കും. ഡീമൺസ് ആർ വെരി പവർഫുൾ. പിന്നെ ഒരു വ്യാഖ്യാനം കൂടെ ഞാൻ കയറിയെന്ന് പറയാം. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി എന്ന് പറഞ്ഞാൽ ചില ചിന്തകർ പറയുന്ന ഭൂതങ്ങളുടെ ശക്തിയിൽ ഉള്ള വ്യത്യസ്തത കാണും. ഇത് ഇച്ചിരി ഏറിയ ശക്തി ഉള്ളതാണ് എന്നൊരു ചിന്ത ആകാം. അതുകൊണ്ടാണ് അവർക്ക് ജയമില്ലാതെ പോയത്. പക്ഷെ കർത്താവിൻ്റെ വാക്കുകളിൽ നിന്ന്
faith is not operating. They have the authority and power, but faith is not operating. കർത്താവ് കൂടെ ഇല്ലാഞ്ഞ സമയത്ത് സമയം മെനക്കെടുത്തി. അവർ പ്രാർത്ഥനയിൽ ഇരിക്കേണ്ടിയിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കേണ്ടിയിരുന്നു. ദൈവത്തിന് സകലതും കഴിയും. ഉടനെ ഒരാളിനെ കൊണ്ടുവരുന്നു, അവർക്ക് പണ്ട് ചെയ്തതുപോലെ വിടുവിക്കാൻ കഴിയുമായിരുന്നു. കണ്ണുകൾ ദൈവസ്ഥനിൽ അടച്ചാട്ട്. ഹല്ലേലൂയ. ദൈവത്തോട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. സകല കുടുംബവും സമർപ്പിക്കപ്പെടട്ടെ. എല്ലാ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം സമർപ്പിക്കപ്പെടട്ടെ. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു. അതിൻ്റെ ഒരു വിശാല ഒരു റെൻഡറിങ്, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. എല്ലാ കണ്ണും അടച്ചാട്ട്. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല, ഉപവസിക്കാൻ സാധിച്ചില്ല. ഞാൻ ഓവർ ബിസിയായി പോയി. കുടുംബങ്ങളെ വികലമാക്കുന്നത്, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എപ്പോഴും തറുതല പറച്ച്, എപ്പോഴും ആർഗ്യുമെന്റ്, എപ്പോഴും പ്രശ്നമിടുന്നത്, ഇതിൻ്റെ പിൻപിൽ ഒരു ശക്തി ഉണ്ടോ എന്ന് തിരിച്ചറിയുന്ന പകൽക്കാലം. ഒന്ന് തിരിച്ചറിയ. എന്നിട്ട് അന്യോന്യം പഴിചാരാതെ ശാസിക്കേണ്ടവനെ ശാസിക്കാൻ തയ്യാറാകണം. തലമുറകൾ പാളിപ്പോകുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് നിയോഗം തരുമ്പോൾ അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ശാസിക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള മാതാക്കൾ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. അങ്ങനെയുള്ള പിതാക്കന്മാർ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ, നിനക്ക് അധികാരമുണ്ട്, ശക്തിയും ദൈവം കൈമാറിയിട്ടുണ്ട്. എങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നീ കയറ്. 2-1 അറിയണം, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവസഭയോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പോരാട്ടത്തെ ദൈവസഭയ്ക്ക് നേരിടാൻ കഴിയും, ഏത് വലിയ പോർവിളികളെയും ദൈവസഭയ്ക്ക് നേരിടാൻ കഴിയും. സഭ പ്രാർത്ഥിക്കുന്ന സഭയായിട്ട് മാറട്ടെ, പായയിലിരിക്കുന്ന സഭയായിട്ട് മാറട്ടെ. വിമർശിക്കുന്ന ഒരു സംഘത്തെ അല്ല നമുക്ക് വേണ്ടത്, പ്രാർത്ഥിക്കുന്ന ഒരു സംഘത്തെ, ആത്മാവിൽ പോരാടുന്ന ഒരു സംഘത്തെയാണ് നമുക്ക് വേണ്ടത്. വിമർശകർ വെറുതെ വന്നവർ വെറുതെ പോകട്ടെ. കൺഫ്യൂഷൻ ഇടുന്നവരെ അല്ല വേണ്ടത്, അവിശ്വാസത്തിന്റെ വാക്ക് പറയുന്നവരെ അല്ല വേണ്ടത്. We need people of faith. പ്രാർത്ഥിക്കുന്നവർ രംഗത്ത് വരട്ടെ. കുറെ അഭിപ്രായത്തെ അല്ല നമുക്ക് വേണ്ടത്. അങ്ങനാണ്, ഇങ്ങനാണ്, അങ്ങനെ. സ്റ്റോപ്പ് ഓൾ ദാറ്റ്. സ്റ്റാർട്ട് പ്രേയിങ്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയും. പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഒന്നൊന്നായിട്ട് അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമം നിമിത്തം ദൈവപൈതലെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കരം വെച്ചാൽ സൗഖ്യം വരും. യേശുവിൻ്റെ നാമം നിനക്കുണ്ട്. നിന്റെ വായൽ മറ്റ് അശുദ്ധ വാക്കുകളല്ല. യേശുവിൻ്റെ നാമം അത് ശക്തിയുള്ള നാമമാണ്. ആ നാമമാണ് യേശു ആരാണെന്ന് പ്രഖ്യാപിക്കുന്നത്. ആ നാമമാണ് യേശുവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നത്. പിശാചിന്റെ തലയെ കാൽവറി ക്രൂശിൽ തകർത്ത നാമമാണ് യേശുവിൻ്റെ നാമം. യേശുവിൻ്റെ നാമം വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാ. ഹല്ലേലൂയ. ഭീതിയോടെ വന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ഭയം വിട്ടുമാറട്ടെ, ആ കൺഫ്യൂഷൻസ് വിട്ടുമാറട്ടെ. വൈകാരിക തലത്തിൽ ഇമോഷൻസിൽ ചികിത്സ വേണ്ടിയവർ, ചിലതിൻ്റെ ഇമോഷൻസിനെ ശത്രു പിടിച്ചൊതുക്കിയിരിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം വിടുതൽ സംഭവിക്കട്ടെ. ചില രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറ്. വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കരമടിക്കരുതെന്ന് നിന്റെ മനസ്സിൽ ആ ശത്രു ചിന്ത കൊണ്ടുവരുമ്പോൾ നിന്റെ 2 കൈയുടെയും ബന്ധനം ഇന്ന് പകൽ അഴിയുകയാണ്. ആ കരമടിച്ച് ആ വായ്കൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലരുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടും. യേശുവിൻ നാമത്തിൽ ജയം നിങ്ങളുടെ മേൽ പ്രഖ്യാപിക്കുന്നു.
ഇല്ല, നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകത്തില്ല. മരിച്ചവരെയും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. എഴുതി തള്ളിയതിനെ തിരിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. God can work a miracle. Hallelujah. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കട്ടെ. പിശാച് അടച്ചു കിടക്കുന്ന വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഇതിനകത്ത് വിടുതൽ വ്യാപരിക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ.